ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് പാൽവാഴക്കയാണ്. അപ്പോൾ പാൽവാഴക്ക എന്ന് പറയുമ്പോൾ മലബാറുകാരുടെ ഇഫ്താർ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ്. സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഈ പാൽവാഴക്ക. അപ്പോൾ ഒറിജിനലായിട്ടുള്ള പാൽവാഴക്കയുടെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാൽവാഴക്ക എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ട്, പക്ഷേ രുചിയിൽ ഒട്ടും കുറവില്ലാണ്ടാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ അത് കാണുക, കൂടെ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായത് എന്നുള്ളത് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ സൗകര്യമാവുമല്ലോ പെട്ടെന്ന് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാൽവാഴക്ക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കിയാൽ ഞാൻ നേരത്തെ കാണിച്ച ഐസ്ക്രീം ബൗള് അതിൽ ഏകദേശം ഒരു 4 കപ്പോളം കിട്ടും ഈ ഒരു അളവിൽ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഈ ഒരു തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബിരിയാണി റൈസാണ്. അപ്പോൾ നമ്മൾ കൈമാരില്ലേ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഏകദേശം 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി 1 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അരിയും തേങ്ങയും നമുക്ക് നന്നായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. കാരണം കൂടുതൽ വെള്ളമായ ഈ ഒരു അരി കുറച്ചല്ലേ ഉള്ളൂ, അത് അരഞ്ഞ് കിട്ടൂല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇത് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഈ അരയാതെ കിടക്കണ ആ തേങ്ങയുടെയും അരിയുടെ ഒക്കെ ഭാഗങ്ങളുണ്ടാവും, അതൊക്കെ കളയാൻ വേണ്ടിയിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം ഇത് ഒരു 2.25 കപ്പോളം ഉണ്ട് കേട്ടോ ഞാൻ അളന്നെടുത്തപ്പോൾ. അത് നമുക്കൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അരിയൊക്കെ ചേർത്തതല്ലേ, പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് ശർക്കരയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ അച്ച് ശർക്കര ഒരു 1/2 കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുത്തതാണിത്. അത് ഈ ഒരു സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ആദ്യം ശർക്കര ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ആ ഒരു ശർക്കര ഞാൻ അരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഇത്തിരി ചൂടാറിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ചവ്വരി വേവിച്ചത്, ചവ്വരി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പാൽവാഴക്കയിലൊക്കെ ചേർക്കുന്നത് തന്നെയാണ് ചവ്വരി. അത് ഏകദേശം ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വേവിച്ച് വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞെടുത്തതാണ്. അപ്പോൾ ഈ ചവ്വരിയുടെ അളവ് കൂടരുത് കേട്ടോ, കൂടിപ്പോയാൽ നമ്മുടെ ഈ ഒരു പാൽവാഴക്കയുടെ കൺസിസ്റ്റൻസി തന്നെ മാറിപ്പോകും. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ മതിയാകും. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ശർക്കര ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ചെറിയൊരു അച്ച് ശർക്കര മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാരണം കൂടുതൽ ശർക്കര ആയ ഇതിൻ്റെ അത്രക്ക് ടേസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ശർക്കരയും കൂടുതൽ പഞ്ചസാരയും ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായയുടെ പൗഡർ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കായയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ പഴമാണെങ്കിൽ നടുക്കിലൂടെ ഒന്ന് മുറിച്ചതിന് ശേഷം സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു പഴമാണ്, അതുകൊണ്ട് വട്ടത്തിൽ മുറിച്ചെടുത്താണ് ചേർക്കുന്നത്. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഇടുന്ന പഴം കൂടി പോവാതിരിക്കുകയാണ് നല്ലത്. ഇടയ്ക്കിടയ്ക്ക് പഴം കടിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ നമ്മളിതിൽ പച്ചക്ക് പഴം ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടും ചേർക്കാറുണ്ട്, അതുപോലെ തന്നെ പുഴുങ്ങിയ പഴം ചേർക്കാറുണ്ട് കേട്ടോ. പച്ചക്ക് പഴം ചേർത്താലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ നല്ല തിളച്ച ആ ഒരു മിക്സിലേക്കല്ലേ പഴം ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ നമ്മുടെ പഴം വേവായിട്ട് കിട്ടും. പുഴുങ്ങിയ പഴം ചേർക്കുന്നവരുണ്ട്, അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ അതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽവാഴക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒറിജിനലിൽ നിന്നും ഇത്തിരി വ്യത്യാസം വരുത്തിയിട്ടുള്ളൊരു പാൽവാഴക്കയാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതിന് നമ്മുടെ സാധാരണ പാൽവാഴക്കക്ക് വേറൊരു ടേസ്റ്റ്, ഇതിന് വേറൊരു ടേസ്റ്റ്, നല്ല രുചി തന്നെയാണ് രണ്ടും. അപ്പോൾ അത് ചെയ്യാത്തവർ അതും കൂടെ ഒന്ന് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കൂടെ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. അപ്പോൾ ഇനി വീണ്ടും പുതിയ പുതിയ റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.